ഇന്ന് നമുക്ക് രണ്ട് വീഡിയോ കാണാനുണ്ട്. ആദ്യത്തെ വീഡിയോ സുരേഷ് ഏട്ടൻ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ട് നിൽക്കുന്നത്. രണ്ടാമത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും TG മോഹൻദാസ് എന്ന് പറയുന്ന ഈ കളവനറിയില്ലേ? ഈ കളവനിക്ക് രണ്ട് മറുപടി കനത്തി കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് TG മോഹൻദാസിന്റെ വീഡിയോ തന്നെ കണ്ടിട്ട് റിയാക്ട് ചെയ്യാം. പ്ലേ ചെയ്യാം. ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് എല്ലാ കളവ മതിയായിരിക്കും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടാ സംസാരിക്കുന്നത്. എന്നിട്ട് മനസ്സിലുള്ള വർഗീയത എങ്ങനെയെങ്കിലും പുറത്തു തള്ളാൻ വേണ്ടിയിട്ട് ABCD മലയാളം എന്ന് പറയുന്ന വർഗീയത മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ചാനലിൽ കയറിയിട്ട് വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ വിഷയമാക്കിയിട്ടെടുത്ത് അതിനുള്ളിൽ വർഗീയത കുത്തിക്കയറ്റി അവിടെ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇന്ന സംഘടനയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഒരുമാതിരി പെരിച്ചായയുടെ തൊള്ളയില് അലുവ കുടുങ്ങിയതിന്റെ കൂട്ടുള്ള സൗണ്ടും അല്ലടാ. ഇയാളുടെയൊക്കെ വീഡിയോ കണ്ടു കുത്തിരിക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പറയുന്നത് ഫുള്ളായിട്ട് വർഗീയത കേൾക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തില്. അവന്മാരൊരു ഉറപ്പുമില്ലാതെ കുത്തിട്ട് കണ്ടോളും. ഞങ്ങൾക്കൊരു ഉളുപ്പില്ല. SYS സുന്നി യുവജന സംഘം, SKSSF അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലെങ്കിൽ നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടണ്ട. ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ എന്താ ചെയ്യാ? ഒരു സംഭവത്തെ കുറിച്ച് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കൂല. അപ്പൊ ഇതൊക്കെ ഏത് കാറ്റഗറി പെടുത്തേണ്ട ആൾക്കാരാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവില്ലല്ലേ? എവിടുന്ന് വരുന്നടാ ഇവനൊക്കെ? എന്തൊക്കെയുണ്ട്. അതിലൊരു മുസ്ലിം മഞ്ഞ ഉടുപ്പിട്ടൊരു വൈറ്റ് ഗാർഡിനെ കണ്ടു. അതെ, മഞ്ഞ ഉടുപ്പിട്ട് വൈറ്റ് ഗാർഡ്. എടാ എല്ലാവരും ഒന്ന് ചിരിച്ചു കൊടുക്കേ. കാരണം അമ്മാതിരി കോമഡിയാന്നല്ല പറഞ്ഞത്. ഇതെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നറിയാം? ഇയാള് വയനാട്ടിൽ ദുരന്തം നടന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആ ദുരന്തം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ ആർമി, ഫയർഫോഴ്സ്, പോലീസ് അവരൊന്നും കൂടാതെ കുറെ ആൾക്കാർ വേറെതും വന്നിട്ടുണ്ട്. അപ്പൊ ആ സംഘടനയിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ മുസ്ലിംസ് ആണ്. അപ്പൊ ആ മുസ്ലിംസിനെ എങ്ങനെ കുറ്റം പറയുന്നു ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ABCD മലയാളത്തിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ആ അവസരം മുതലാക്കിക്കൊണ്ട് മനസ്സിലുള്ള വർഗീയത തുപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതേപോലത്തെ ആളുകളെയൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ വന്ന ആൾക്കാർ ഏത് സംഘടനയാന്നല്ല നമ്മളിപ്പം നോക്കേണ്ടത്. അവർക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ, അതൊന്ന് മനസ്സിലാക്ക്. പറഞ്ഞാൽ കൂടിപ്പോവും. പിന്നെ ഉടുപ്പിട്ട് മഞ്ഞ കാർഡ്, ഇതൊക്കെ കുറെ എണ്ണം. ഇതുകൂടാതെ DYFI ഇങ്ങനെയൊക്കെ ഈ സംഘടനകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇയാൾക്ക് ഒരിക്കലും സഹിക്കൂല. കാരണം ഇയാളുടെ തലയിൽ ചാണകമാണ്. കാരണം ചാണക മൈൻഡാണ് ഇയാളൊരു ചാണകം തന്നെയാണ്. ഉറപ്പിച്ച് പറയാം നമുക്ക്. ഇതൊക്കെ ഒരു ചാണക കാറ്റഗറി പെടുത്തേണ്ട ആള് തന്നെയാണ്. മോയന്താന്ന് തോന്നട്ടാ. അതാ അടുത്ത അപ്പുറമുള്ള മോയന്ത്. ഇയാളോട് ചോദിക്കുന്ന ആള് പറയാണ് അതുകൂടാതെ SDPI ഒന്ന്. എടാ SDPIയും DYFIയും അതേപോലെ തന്നെ മുസ്ലിം സംഘടന എന്നല്ല ഈ സമയത്ത് നോക്കേണ്ടത്. അവര് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങാനുള്ള ഒരു മനസ്സ് കാണിച്ചില്ലേ? അതൊന്ന് മനസ്സിലാക്ക്. എന്തുപോലത്തെ ആൾക്കാരാണല്ലോ ഈ രണ്ടുപേരും. മനസ്സിലായോ? ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം. ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതാണ് മോഹൻദാസിന്റെ പ്രശ്നം. രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാര് ഓരോ സംഘടനയുടെ പേരുള്ള ജേഴ്സി ഇട്ടിട്ടുണ്ട്. അതാണ് ഇയാളുടെ പ്രശ്നം. ഇയാളുടെ പ്രശ്നം മാറണമെങ്കിൽ അവിടെ വല്ല ചാണകത്തിന്റെ പേരുമുള്ള വല്ല ജേഴ്സിയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവിടെ BJPക്കാര് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരവരുടെ ജേഴ്സി ഇട്ടിട്ട് അവരുടെ സംഘടനയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ പോലെയുള്ള സംഖ്യകൾക്ക് കുരു പൊട്ടും. ഇങ്ങനെയുള്ള പല വാക്കുകളും പറയും. ഇതൊക്കെ മൊയന്തുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിലാവോ? അങ്ങനെ വിചാരിച്ചാൽ മതി. നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ്. ആശുപത്രിയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന് പോയ ആൾക്കാർ ആശുപത്രിയിലും സേഫ് സോണിലും മാത്രമാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നാണ് ഇയാൾ പറയുന്നത്. അല്ലാണ മുത്തേ, ഇതേപോലത്തെ കളവന്മാരെല്ലാം ഉണ്ടല്ലോ. എടാ വയസ്സായിക്കാനുണ്ടല്ലോ, എന്താ പറയുന്നതെന്ന് മനസ്സിലാവില്ല. അതായത് അവർക്ക് തന്നെ ബോധമുണ്ടായില്ല എന്താ പറയുന്നത്. അതേപോലത്തെ ഒരു മോയന്താണിത്. ദുരന്ത മുഖത്തൊന്നും അല്ല, ഇതിന്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. അവർക്ക് അതിന്റെ അടുത്തൊക്കെ പോകാൻ പേടിയായിരിക്കും. പക്ഷെ ഇയാൾ വീഡിയോ എടുക്കുന്നത് ദുരന്തം നടന്ന സ്ഥലത്ത് നിന്നാണ് അല്ലേ? എന്താ പറയുന്നത്? അവിടെ പോകാൻ പേടിയാവൂല. പിന്നെ ഭയങ്കര ധൈര്യമുള്ള ആളായത്. ഇയാളൊക്കെ പോലത്തെ ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ. മുഖത്തൊന്ന് കൊടുത്തിട്ടാ സംസാരിക്കാൻ പറ്റണം ഗൈസ്. തമാശ പറഞ്ഞല്ല, ഇതിന്റെ അടുത്ത് പോകാൻ ഇവന് പേടിയാ. പിന്നെ ഭയങ്കര ധൈര്യമുള്ള ആളാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയല്ലേ. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടികൊള്ളുന്നത് വരെ കളിക്കും. അതുവരെ ഉണ്ടാവും. എന്തായാലും നമുക്ക് അടുത്ത സുരേഷ് ചേട്ടന്റെ വീഡിയോ കാണാം. സുരേഷ് ചേട്ടൻ നടന്നു വരുമ്പോ തന്നെ കൈ ഇങ്ങനെ അവിടെ വെക്കും, ആട്ടൊക്കെ ചെയ്യും. അതായത് അതിന്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? താനേ ആധികാർ ആരും എന്റെ അടുത്ത് വരരുത്, എന്നെ ഇടങ്ങാറാക്കരുത്, ഞാൻ വയലന്റ് ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അന്വേഷിക്കുക ആദ്യം. അല്ലെങ്കിൽ തന്നെ ഈ മാധ്യമ പ്രവർത്തകര് കുത്തിത്തിരിപ്പില് വിരുദ്ധെടുത്തിട്ടാണ് കോലം കൊണ്ട് നിങ്ങളോട് അടുത്ത് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവരോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ. നിങ്ങൾ പറയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വരരുത്. നിങ്ങളൊരു MP അല്ല. നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാറാ നിങ്ങൾ എന്താ പറയുന്നതെന്ന്. ഇപ്പൊ സുരേഷ് ചേട്ടനിക്ക് വോട്ട് ചെയ്ത ഓരോ ആളുകളും നാണിച്ച് തലതാത്തുന്നുണ്ടാവും. ഒരു MP ആണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു MP ഇങ്ങനെ പറയാൻ പാടണ്ട. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. സുരേഷ് ചേട്ടനിക്ക് വോട്ട് ചെയ്ത ഓരോ വോട്ടറും ഒന്ന് ആലോചിക്കേണ്ട ഒരു സംഭവമാണ്. ഒരു MPന്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരാൻ പാടണ്ട. സ്റ്റേറ്റ് പലവണ ആവശ്യപ്പെട്ടല്ലോ. ഇപ്പൊ കേന്ദ്ര പാർലമെന്റിൽ എല്ലാ MPമാരും ആവശ്യപ്പെട്ടില്ലേ? താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ. അമൃതയാണോ? ഒരു ചോദ്യം ചോദിക്കുന്നതിനിടയിൽ എന്തിനാ അവരുടെ TV ചാനലിന്റെ പേരൊക്കെ ചോദിക്കുന്നത്? അമൃതയാണോ, കൈരളിയാണോ, മീഡിയ 1 ആണോ? ഇവരാണെങ്കിൽ നിങ്ങൾ മറുപടി കൊടുക്കൂല.
ഭയങ്കരമായിട്ടുള്ള MP തന്നെ കേട്ടാ സുരേഷ് ചേട്ടാ. നിങ്ങൾ നമ്മൾ ചോദിക്കുന്നത് കേരളത്തിലാണ് അല്ല ചോദിക്കുന്നത്. അല്ല അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന സംഖ്യകളുണ്ടെങ്കിൽ സുരേഷ് ചേട്ടനിക്കൊക്കെ ഒരു പ്രത്യേക ക്ലാസ് ഒക്കെ കൊടുക്കണം. മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പല MP മാരും പലതും ചെയ്യുന്നു. മീഡിയക്കാർ ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചിട്ട് പറയാണ് മീഡിയക്കാരോട് നിങ്ങൾ പറയുന്നത് കുത്തിത്തിരിപ്പാണെന്ന്. അങ്ങനെയൊന്നും പറയല്ലേ. ലഭിക്കുമോ എന്നുള്ള ജനങ്ങൾക്ക് താങ്കൾ എത്തേണ്ടതെത്തും, ചോദിച്ചത്. ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും. രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ്. ജനങ്ങൾക്ക് എത്തേണ്ടത് എത്തിക്കണം. അതിനല്ലേ നിങ്ങളെ പോലെയുള്ള 20 MP-മാരെ ഇവിടുന്ന് പാർലമെന്റിലോട്ട് ജയിപ്പിച്ച് വിട്ടത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാനൊന്നല്ലല്ലോ. ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് കൊടുക്കാനാണോ? ഇപ്പോൾ ദുരിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്ന അവിടെയുള്ള ആൾക്കാർക്ക് ഇപ്പം കേന്ദ്ര സർക്കാർ എന്ത് കൊടുക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അത് കൊള്ളാം അല്ലേ, മീഡിയക്കാരോട് പറയേണ്ട കാര്യമില്ല എന്ന്. നല്ല ആളെടുത്ത കോലും കൊണ്ട് പോയത് മീഡിയക്കാര്. വല്ലാത്ത ആളെന്നെ സുരേഷ് ചേട്ടാ നിങ്ങള്. ജനങ്ങളോട് പറയും. അത് എൻ്റെ ഇവിടെയുള്ള ഗവൺമെന്റിന്റെ വക്താക്കൾ, നിയോഗിക്കപ്പെട്ട വക്താക്കൾ പറയും. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അനുഭവിച്ചോ. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇതേപോലെയുള്ള എന്താ പറയാ ദേശക്കാരനൊക്കെ പിടിച്ച് MP ആക്കിയതല്ലേ തൃശ്ശൂരുകാരെ. നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. എനിക്ക് വേറൊന്നും പറയാനില്ല. ഫോളോ ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.